ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണികർണിക ഘട്ടിലേക്കാണ്. മണികർണിക ഘട്ട് നമുക്ക് കാണാം. ഹമരു ഭജേ ഹര ഹര ഗണ ഗണ ഗംഗാ ഭജേ भोलेनाथ शिव शंभो भजे काशीनाथ शिव शंभो भजे शिव शंभो भजे शिव शंभो भजे शिव शंभो भजे ढम ढम ढमरु भजे हर हर गण गण गंगा भजे भोलेनाथ शिव शंभो भजे काशीनाथ शिव शंभो भजे शिव शंभो भजे शिव शंभो भजे शिव शंभो भजे. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കത്തിക്കാനുള്ള വിറകുകളൊക്കെ നമുക്ക് കാണാം വച്ചിരിക്കുന്നു. ഹമരു ഭജേ ഹര ഹര ഗണ ഗണ ഗംഗാ ഘട്ട്. നമ്മളവിടെ പോകുമ്പോൾ ഈ ശവശരീരങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു മിനിറ്റിൽ തന്നെ ഒത്തിരി ശരീരങ്ങൾ അവിടെ ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഏറ്റവും വലിയൊരു ശ്മശാന ഘട്ടമാണ് മണികർണിക ഘട്ട്. അവിടെ പാർവതി ദേവിയുടെ കർണാഭരണം കമ്മല വീണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവിടെ ശവസംസ്കാരം നടത്തിയാൽ മോക്ഷവും ഭഗവാന് അതുപോലെ ഭഗവാൻ മരണപ്പെട്ട ആളുകളുടെ ചെവിയിൽ താരകമന്ത്രം ചൊല്ലിക്കൊടുക്കുന്നെന്നും പറയപ്പെടുന്നുണ്ട്.